ദൈവത്തിന് മഹത്വം. ബൈബിൾ എന്ന് പറയുന്നത് ഒരു വലിയ മഹാസാഗരമാണ്. ഇത് കുടിച്ചു തീർക്കാൻ ആരെയും കൊണ്ടും പറ്റുകയില്ല. വേദപണ്ഡിതന്മാർ പറയുന്നത് വേദപണ്ഡിതന്മാർ പറഞ്ഞാൽ മണിക്കൂറോളം വായിച്ച് അങ്ങനെയുള്ള പണ്ഡിതന്മാരാണ്. അവർ പറയുന്നത് മഹാസാഗരത്തിന് തീരത്ത് ചെന്ന് ഒരു കപ്പ് വെള്ളം കുടിക്കാൻ സാധിച്ചുള്ളൂ. അത്ര ആഴമാണ്, വിശാലമാണ് ബൈബിൾ. ബൈബിൾ എന്ന വാക്കിന്റെ അർത്ഥം ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ ഉണ്ടായത്. മനസ്സിലായി കാണുമല്ലോ. പഴയ നിയമം എഴുതപ്പെട്ടത് ഹിബ്രു അല്ലെങ്കിൽ എബ്രായ ഭാഷയിലാണ്. പഴയ നിയമം 39 പുസ്തകം എബ്രായ ഭാഷയിൽ നിന്നാകുന്നു. പുതിയ നിയമം എഴുതിയത് 27 പുസ്തകം അത് യവനായ ഭാഷ അഥവാ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് പുതിയ നിയമം എഴുതപ്പെട്ടത്. ഇത് രണ്ടും കൂടെ ക്രോഡീകരിച്ച് ഇംഗ്ലീഷിലേക്ക് ആദ്യമായി ജോൺ വിഗ്ലിഫ് എന്ന മഹാനായ മനുഷ്യൻ ഇംഗ്ലീഷിൽ എഴുതി പൂർത്തീകരിച്ചു. അദ്ദേഹത്തെ അന്നത്തെ ആളുകൾ, ക്രിസ്ത്യാനികൾ തന്നെയെന്ന് പറയാം, ഇപ്പൊ ഞാൻ പേര് പറഞ്ഞ് താല്പര്യപ്പെടുന്നില്ല, തീക്കിരയാക്കി അദ്ദേഹത്തെ കൊന്നു. കാരണം ഇംഗ്ലീഷിലാക്കിയപ്പോഴത്തേക്ക് ജനത്തിന് മാനസാന്തരം ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ കൊന്നു. അതിനുശേഷം ജർമ്മൻ ഭാഷയിലേക്ക് നവീകരണ നേതാവായ മാർട്ടിൻ ലൂതറിനെ ദൈവം ഉപയോഗിച്ചു. അദ്ദേഹത്തെ കൊല്ലാനൊക്കെ നോക്കി, പക്ഷെ കൊന്നില്ല. എന്നാൽ ഒരു കാര്യം, ജോൺ വിഗ്ലിഫിനെ തീക്കിരയാക്കി കൊല്ലാൻ തുടങ്ങുമ്പോൾ ജോൺ വിഗ്ലിഫ് ഒരു കാര്യം പറയുന്നു. ഒരു വലിയ കഴുകൻ ബ്രിട്ടന്റെ മാർഗീയ അന്തരീക്ഷത്തിലൂടെ പറന്നു വരുന്നു. ആ കഴുകന്റെ ഒരു തൂവൽ പറിക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല. ആ വ്യക്തിയാണ് ജർമ്മൻകാരനായിരിക്കുന്ന മാർട്ടിൻ ലൂതർ. അദ്ദേഹം ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കർദിനാളായിരുന്നു. അടുത്തത് ബൈബിൾ അച്ചടി യന്ത്രം കണ്ടുപിടിക്കാനായിട്ട് ബൈബിൾ പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചൊരു വ്യക്തിയാണ് ഗുണ്ടൻബർഗ്. അദ്ദേഹമാണ് ചെലവഴിച്ച് ഇന്നത്തെ പ്രസല്ലോ അന്ന് ആ പ്രസംഗ ക്രമീകരിച്ച് ലോകത്തിലേക്ക് ആദ്യം വെളിപ്പെടുത്തിയ പുസ്തകം, അച്ചടി യന്ത്രത്തിലൂടെ ഇറങ്ങി വന്ന പുസ്തകമാണ് ബൈബിൾ. ഗുണ്ടൻബർഗാണ് അതേ ക്രമീകരിച്ചത്. നമ്മൾ യേശു ക്രിസ്തു എന്നൊക്കെ പറയുന്നത് അത് മലയാളം വാക്കുകയല്ല. നമ്മുടെ പല ഭാഷകളെ മലയാളമല്ല. അത് ക്രിസ്തു എന്ന പദം യവനായ ഭാഷയാണ്. ക്രിസ്തു എന്ന പദം യവനായ ഭാഷ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദമാണ്. മശിഹ അത് എബ്രായ ഭാഷയാണ്, അല്ലെങ്കിൽ യവനായ ഭാഷയാണ്. അത് നമ്മൾ മശിഹ എന്നും ക്രിസ്തു എന്നൊക്കെ പറയുന്നത് മലയാളമല്ല, അത് മറ്റുള്ള ഭാഷകളിൽ നിന്നുണ്ടായതാണ്. പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങളാണ്. 39 പുസ്തകം. പുതിയ നിയമത്തിലെ 27 പുസ്തകം. നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും ഈ ബൈബിൾ പഠനവേദിയില് നിങ്ങൾക്ക് പഠിക്കാൻ ചെറിയൊരു കാര്യം പറഞ്ഞ് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അധ്യായങ്ങളെ നോക്കിയാൽ 1189. പിന്നെ നമുക്ക് പുസ്തകം അറിയാമല്ലോ, 66 പുസ്തകം. അധ്യായങ്ങള് 1189 അധ്യായങ്ങള്. പഴയ നിയമത്തിലെ ഓർക്കാനായിട്ട് നമുക്ക് പറയാം 929
അധ്യായങ്ങളാണ് പഴയ നിയമത്തില്. പുതിയ നിയമത്തില് 260 അധ്യായങ്ങളാണ് ഉള്ളത്. പഴയ നിയമ വാക്യങ്ങൾ നമുക്ക് നോക്കാം. പഴയ നിയമത്തിലെ വാക്യങ്ങളെ 23,128 വാക്യങ്ങൾ കോർത്തിണക്കിയതായ ഒരു മനോഹരമായ ഗ്രന്ഥമാണ് പഴയ നിയമ പുസ്തകം. പുതിയ നിയമത്തിലെ 7,949 വാക്യങ്ങൾ അടങ്ങിയതായ മനോഹരമായ പുസ്തകമാണ് പുതിയ നിയമം. 31,077 വാക്യങ്ങളാണ് നമ്മുടെ ബൈബിളിനകത്തുള്ളത്. 31,077. ഈ വാക്യങ്ങളിലെ ഒരൊറ്റ വാക്യം പോലും തെറ്റാണെന്ന്, അങ്ങനെ വേണ്ടായിരുന്നുവെന്ന് പറയാൻ ഇടയായിട്ടില്ല. കാരണം ഇത് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ പുസ്തകമാണ്. നമ്മൾ എത്ര പേരെ ഉൽപ്പത്തി മുതല് വെളിപ്പാട് പുസ്തകം വരെയും വായിച്ച് നമ്മളെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടായിരിക്കാം. ചില ദൈവദാസന്മാര് പറയുന്നുണ്ട്, ഒരു വർഷം ഒരു പ്രാവശ്യം മുഴുവൻ വായിക്കും. ഒരിക്കലെ 55 വർഷക്കാലം കർത്താവിന്റെ പേര് ചെയ്തൊരു ദൈവദാസൻ പറഞ്ഞു, ഞാൻ 56 പ്രാവശ്യം പുസ്തകം വായിച്ച് തീർത്തു എന്ന്. നിങ്ങൾക്ക് വായിച്ച് തീർക്കുവാനായിട്ടുള്ള ഏറ്റവും പ്രധാനമായ ഒരു പരിപാടി പറഞ്ഞുതരാം, പദ്ധതി. നമ്മൾ ഒരു വലിയ ബൈബിൾ മേടിക്കുക, പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിലോ ഏതെങ്കിലും മേശപ്പുറത്തെ അത് വെച്ചിട്ട് നമ്മൾ ഓരോ താളും വായിച്ചു മാറ്റി വരുമ്പോൾ അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി നല്ല സ്കെയിലോ അതുപോലെ ഏതെങ്കിലും സാധനം വെച്ചിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ നമ്മൾ പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് വായിക്കണമെന്നേ. നമ്മൾ പുറത്തു പോകുമ്പോൾ വായിക്കണം, അകത്ത് കയറുമ്പോൾ വായിക്കണം, വായിച്ച് തീരുന്നതിന് അവിടെ ടിക്കിടണം. ഞാൻ പറഞ്ഞത് ബൈബിൾ എത്രയും ആവൃത്തി വായിക്കുന്നുവോ അത്രയും നന്നായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പ്രസ്താവിക്കുന്നത്. ഇനി പഠനത്തിനു വേണ്ടി, ഞാൻ ബൈബിൾ പഠനവിധിയല്ലേ, പഠനത്തിനു വേണ്ടി നിങ്ങൾക്ക് ഞാൻ ഒരു നല്ല രീതി പറഞ്ഞുതരാം. ഇനി ഞാൻ മുമ്പേ പറഞ്ഞത് അധ്യായമാണ് പറഞ്ഞത്. മുമ്പേ പറഞ്ഞത് ഇത്ര അധ്യായം എന്നാ പറഞ്ഞത്. ഇനി നമുക്ക് 1168 പേജാണ് നമ്മുടെ ബൈബിളിനകത്തുള്ളത്, മലയാളം ബൈബിളിലുള്ളത് 1168 പേജ്. എന്റെ എക്സ്പീരിയൻസോട് പറയാണ്, നമ്മൾ സാവകാശം വായിച്ചാൽ 4 മിനിറ്റ് കൊണ്ട് ഒരു പേജ് വായിക്കാം. 4 മിനിറ്റ് കൊണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, നമ്മൾ 10 മിനിറ്റ് വായിക്കുക. വൈകുന്നേരം, ഇനി ഇടയ്ക്ക് എപ്പം വേണമെങ്കിലും വായിക്കാം, വൈകുന്നേരവും നമ്മളൊരു 10 മിനിറ്റ് വായിക്കുക. ഈ 10 മിനിറ്റ് ആകുമ്പോൾ 20 മിനിറ്റ്, നമുക്ക് 5 പേജ് ഒരു ദിവസം വായിക്കാൻ പറ്റും. ഏറ്റവും കുറഞ്ഞ കാര്യം പറഞ്ഞിരിക്കുന്നത്. 233 ദിവസം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ ഞാനീ പറഞ്ഞ കണക്കനുസരിച്ച് 5 പേജ് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ 233 ദിവസം കൊണ്ട് വായിച്ച് തീർക്കാൻ സാധിക്കും. മൊത്തം 4672 മിനിറ്റ് കൊണ്ട് നമുക്ക് വായിക്കാം. നമുക്കതിനെ മണിക്കൂറാക്കാം. മണിക്കൂറാക്കുമ്പോഴേ 78 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ പുസ്തകവും വായിച്ചു തീർക്കാം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരു പരാജയം എന്ന് പറയുന്നത്, ബൈബിൾ പഠിക്കുന്നവരെ വായിക്കുന്നവരെ എത്ര പേരാ ഒന്ന് ചിന്തിക്കണം. ഇനി നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഒരു 10 മിനിറ്റ് അതിനുവേണ്ടി ഒന്ന് മാറ്റി വെച്ച്, 10 മിനിറ്റ്, ഒരു മണിക്കൂറിന് വേണ്ട, ആ 10 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. തീർച്ചയായിട്ടും അത് കുഞ്ഞുങ്ങൾക്കൊരു അനുഗ്രഹമായിരിക്കും.
കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ഉൽപ്പത്തി ചോദിച്ചാൽ അറിയേല. എല്ലാവർക്കും അല്ല, ഒരു ബഹുഭൂരിപക്ഷം ആളുകൾക്കും. നമ്മുടെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ കഴിവിന്റെ പരമാവധി പഠിപ്പിച്ച് സ്കൂളിൽ പഠിപ്പിച്ച് അവർ തലച്ചോറിനകത്ത് കയറ്റുക. ബൈബിളും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നിങ്ങൾക്ക്, ഞാനീ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായിരിക്കും. കാരണം വായിക്കുന്നവൻ, കേൾക്കുന്നവൻ, അനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. അല്ലാതെ നമുക്ക് കുറേയേറെ സ്ഥലമുണ്ട്, ഒരു വീടുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, കാര്യമൊക്കെയാ. പക്ഷെ അതിനകത്തൊന്നും ഭാഗ്യവാന്മാരമിട്ടില്ല. എന്നാൽ പുസ്തകം വായിക്കുന്നവൻ, കേൾക്കുന്നവൻ, അനുസരിക്കുന്നവൻ ഒക്കെ ഭാഗ്യവാന്മാരാണ്. ഇന്ന് വരുന്ന പരാജയം എന്ന് പറയുന്നത്, വരുന്ന പ്രാസംഗികന്മാര് വേദപണ്ഡിതന്മാരും ജനത്തിന് മനസ്സിലാക്കാൻ വേണ്ടി ബൈബിൾ തുറക്കുകയില്ല, അടച്ചു വെച്ചിട്ട് അവർ കുറെ വാക്യങ്ങൾ പഠിച്ച് പറയുകയാണ്. എന്നാൽ ഞാൻ കുമ്പനാട്ട് പഠിക്കുന്ന കാലത്തെ 78-79 ആ വർഷത്തിലെ അപ്പച്ചന്മാരായിരിക്കുന്ന വി.ടി. അപ്പച്ചൻ, നമ്മുടെ സി കെ ദാനിയേൽ അപ്പച്ചൻ, അതുപോലെ തന്നെ ടി ജുമതി അപ്പച്ചൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒരു 2-3 സ്റ്റുഡൻസിനെ കൂടെ കൊണ്ടുപോകും. കാരണം അവർ പെട്ടെന്ന് വായിക്കണം. ഇന്ന് അതൊക്കെ പോയി. ഇന്ന് പഠിച്ചിരിക്കുന്ന കുറച്ച് സാഹിത്യങ്ങളും പ്രോഗ്രാമിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നല്ലാതെ ബൈബിളിന്റെ ആഴത്തിൽ പ്രസംഗിക്കുന്നവർ വളരെ ചുരുക്കമാണ്. വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് നമ്മൾ വചനം പഠിക്കുവാൻ, പാരായണം ചെയ്യുവാൻ, ഗ്രഹിക്കുവാൻ നല്ല അവസരമാണ്. ഞാൻ എൻ്റെ വാക്കിൽ ഇവിടെ അവസാനിപ്പിക്കുന്നു. തുടരുവാൻ ആഗ്രഹമുണ്ട്. ആയതുകൊണ്ട് ബൈബിൾ പഠനവേദിയിലേക്ക് ഏവരെയും സ്വാഗതം. എൻ്റെ പേര് ജോസഫ് ജോർജ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.